അറിവിനെ സ്നേഹിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. വടക്കൻ കാനഡയിൽ 2 വർഷം മുമ്പ് സ്വർണ്ണ നിക്ഷേപം തേടി ഇറങ്ങിയവർക്ക് മുമ്പിൽ എന്നാൽ അവർക്ക് സ്വർണ്ണ നിക്ഷേപം കിട്ടിയില്ല. പകരം അവർക്ക് മറ്റൊരു അത്ഭുത നിധിയാണ് കിട്ടിയത്. പക്ഷേ അത് സ്വർണമായിരുന്നില്ല താനും. യുക്കോൺ ഗോൾഡ് എന്ന പേരിൽ ഒരു സിനിമ വരെ അതിനെപ്പറ്റി പുറത്തിറങ്ങിയിട്ടുണ്ട്. 4 പേര് സ്വർണം തേടി പോകുന്ന കഥയായിരുന്നു അത്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിലിലേക്ക് പോവാം. വടക്കൻ കാനഡയിൽ 2 വർഷം മുമ്പാണ് സംഭവം. അവിടെ യുക്കോൺ നദിയുടെ തീരത്ത് സ്വർണം തേടി ഒരു കൂട്ടം ഖനിത്തൊഴിലാളികൾ എത്തിപ്പെട്ടു. 80,000 വർഷം മുമ്പ് പൊട്ടിത്തെറിച്ച ഒരു അഗ്നിപർവ്വതത്തിൻ്റെ ചാരം അടിഞ്ഞുകൂടിയ പ്രദേശമായിരുന്നു അത്. ഭാഗ്യപരീക്ഷണത്തിന് പറ്റിയ ഇടം. യുക്കോൺ നദീതടത്തിൽ ഇതിനു മുൻപും സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുണ്ട്. യുക്കോൺ ഗോൾഡ് എന്ന പേരിൽ ഒരു സിനിമ വരെ പുറത്തിറങ്ങിയിട്ടുണ്ട്. 4 പേർ സ്വർണം തേടി പോകുന്ന കഥയായിരുന്നു അത്. എന്നാൽ ഇവിടെ 2 വിഭാഗങ്ങളായി തിരിഞ്ഞായിരുന്നു തൊഴിലാളികളുടെ ഖനനം. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ്, അതായത് കൃത്യം പറഞ്ഞ 2016 ജൂലൈ 13 ആ നിധി അവർക്ക് മുമ്പിൽ തെളിഞ്ഞു. അത് പക്ഷേ സ്വർണമായിരുന്നില്ല. എന്നാൽ ജീവശാസ്ത്രത്തെ സംബന്ധിച്ച് അതിനേക്കാൾ വിലപിടിപ്പുള്ള, വില മതിക്കാൻ പറ്റാത്ത ഒരു കണ്ടെത്തലായിരുന്നു അത്. മഞ്ഞുപാളികൾക്കിടയിൽ ഒരു പോറൽ പോലും പറ്റാത്ത വിധം സംരക്ഷിക്കപ്പെട്ടിരുന്ന ചെന്നായയുടെ മൃതദേഹമായിരുന്നു അത്. മൂക്കുമുതൽ വാലിൻ്റെ അറ്റം വരെ യാതൊരു കുഴപ്പവും പറ്റാതെ കണ്ണടച്ചുറങ്ങും വിധമുള്ള ഒരു ചെന്നായ മമ്മി. അതിനെന്താണ് ഇത്ര പ്രത്യേകത എന്നായിരിക്കും ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത്. ആ ചെന്നായ്ക്കുട്ടി അടുത്ത കാലത്തൊന്നുമല്ല മഞ്ഞിൽ പെട്ടു ചത്തത്. അത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോഴും ചോദിക്കും എന്താണ് അതിന് പ്രത്യേകത എന്ന്. അതായത് 1,00,000 വർഷം പഴക്കമുള്ള മൃതദേഹമായിരുന്നു അത്. അതുതന്നെ ഈ വിവരം ഖനിത്തൊഴിലാളികൾ ഗവേഷകരെ അറിയിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഇതാദ്യമായിട്ടായിരുന്നു ഹിമയുഗത്തിൽ ജീവിച്ചിരുന്ന ഒരു ചെന്നായയുടെ മൃതദേഹം ഇത്രയും കൃത്യമായി സംരക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത്. പാലിയന്റോളജിസ്റ്റുകളുടെയും ജനിതക വിദഗ്ധരുടെയും ഉൾപ്പെടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2 വർഷമായി ഈ മൃതദേഹം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പഠനം പൂർത്തിയാക്കി ഇത് പൊതുജനത്തിനു മുന്നിൽ പ്രദർശിപ്പിച്ചു. കണ്ടവരെല്ലാം ഞെട്ടി അന്തം വിട്ടുപോയി. 1,00,000 വർഷം പഴക്കമുള്ളതാണെന്ന് ഒരു കാരണവശാലും പറയാത്ത വിധം സംരക്ഷിക്കപ്പെട്ടിരുന്നു ആ മൃതദേഹം. ഇതോടൊപ്പം ഒരു മാൻകുട്ടിയുടെ പാതി മൃതദേഹവും ലഭിച്ചിരുന്നു. അതിലും ശരീരകലകൾക്ക് പോലും കാര്യമായ കേടുപാടുകൾ പറ്റിയിരുന്നില്ല. ചെന്നായയുടെ മൃതദേഹത്തിലും അതുതന്നെയായിരുന്നു സ്ഥിതി. ഇന്നുവരെ ഇവയുടെ എല്ലുകളും പല്ലുമൊക്കെയേ ഗവേഷകർക്ക് ലഭിച്ചിട്ടുള്ളൂ. ഇപ്പോഴിതാ രോമവും തൊലിയും പേശികളും വരെ കൃത്യമായി സംരക്ഷിക്കപ്പെട്ടു തങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നു. ജനിതക പഠനം സാധ്യമാകും വിധം DNA വേർതിരിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് ഗവേഷകർ. ഹിമയുഗത്തിലെ ജീവികളുടെ ദേശാടനം, അവയുടെ ഭക്ഷണരീതി, ജനറ്റിക്സ്, ഇന്നു വടക്കൻ കാനഡയിൽ കാണപ്പെടുന്ന തരം ഹിമച്ചെന്നായ്ക്കളും മാനുകളുമായി ഇവ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നെല്ലാം ഇനി മനസ്സിലാക്കാനുണ്ട്. ഹിമയുഗത്തിൻ്റെ അവസാന കാലത്ത്, അതായത് ഏകദേശം 50,000 വർഷം മുമ്പ് യുക്കോൺ നദിയുടെ തീരത്ത് സ്വൈരവിഹാരം നടത്തിയിരുന്നവയാണ് ഈ ചെന്നായും മാനുമെന്നാണ് ശാസ്ത്രലോകം കരുതുന്നത്. ഇന്നത്തെ കാനഡയുടെ മിക്ക ഭാഗവും ഹിമയുഗത്തിൽ മഞ്ഞുമൂടി കിടക്കുകയായിരുന്നു. എന്നാൽ യുക്കോൺ നദീ തടത്തിൽ മാത്രം മഞ്ഞുപാളികൾ കനം കുറഞ്ഞു നിന്നു. അതോടെ മാമത്തുകളും കടുവകളും ചെന്നായ്ക്കളും മാനുകളുമെല്ലാം അവിടേക്കെത്തി. എല്ലാറ്റിനും ആവശ്യമായ ഭക്ഷണവും ഉണ്ടായിരുന്നു അവിടെ. മേഖലയിൽ ജന്തുജീവിതം സമൃദ്ധിയോടെ തുടർന്നു. അതിനിടെ ഉണ്ടായ അപ്രതീക്ഷിത മഞ്ഞുവീഴ്ചയാണ് ഹിമയുഗത്തിലെ അവസാനത്തെ കണ്ണിയെയും ഇല്ലാതാക്കിയെന്നാണ് കരുതുന്നത്. ചാവുമ്പോൾ ഈ ചെന്നായ്ക്ക് വെറും 8 മാസം മാത്രമേ പ്രായം ഉണ്ടായിരുന്നു എന്നും കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മമ്മിഫൈഡ് ചെന്നായ എന്ന വിശേഷണം ഇതിന് ലഭിച്ചു കഴിഞ്ഞു. അതിനാൽ തന്നെ പൊതുജനങ്ങൾക്കും കാണുന്നതിനായി കാനഡയിലെ വൈറ്റ് ഹോഴ്സ് മ്യൂസിയത്തിലേക്ക് ചെന്നായ് മമ്മിയെയും മാൻ മമ്മിയെയും മാറ്റാനാണ് സർക്കാരിൻ്റെ തീരുമാനം.